സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് കുലുക്കമില്ല. ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെയും ഇറാൻ കരുതലോടെ തള്ളിക്കളയുകയാണ്. ഇറാന്റെ ഈ ആത്മവിശ്വാസം തന്നെയാണ് ട്രംപിനെ പേടിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. കടലിലും കരയിലും ആകാശത്തും അമേരിക്കയ്ക്ക് മറുപണി ഒരുക്കി കാത്തിരിക്കുകയാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ എത്ര വലിയ അർമാട വന്നാലും ഷാഹിദ് ബഗേരി നേരിടുമെന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനം. ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ സർവ്വസജ്ജമാണെന്നും സൈനികരുടെ വിരലുകൾ തോക്കിന്റെ കാഞ്ചിയിലാണെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു. ഇറാനുമേൽ പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനായി പല തന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട്. ഇറാനെ കൊണ്ട് ഇങ്ങോട്ട് ആക്രമിപ്പിക്കാൻ, അതായത് അമേരിക്കയെ ആക്രമിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് സൂചനകൾ. പക്ഷേ ആ പ്രകോപനങ്ങളിലൊന്നും ഇറാൻ വീഴുന്നില്ല. നേരത്തെ പറഞ്ഞ ഡ്രോൺ കാരിയർ ഷാഹിദ് ബഗേരിയുടെ സഞ്ചാരപാതയിൽ ആളില്ലാ വിമാനം പറത്തിയാണ് അമേരിക്കയുടെ പുതിയ പ്രകോപനം. ട്രംപിന്റെ പുതിയ ഭീഷണിയും ഇറാന്റെ മറുപടിയും ഒപ്പം മുന്നൊരുക്കങ്ങളുമായി ആകെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ എന്ന് തന്നെ പറയാം. ലോകരാഷ്ട്രീയവും എണ്ണ വിലയുമൊക്കെ കുഴഞ്ഞുമറിയുമോ എന്നുള്ള ആശങ്ക ശക്തമാണ്. അറബ് രാജ്യങ്ങൾ നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. അമേരിക്കൻ അർമാഡയെ നേരിടാൻ ഇറാൻ ഇറക്കിയ ഷാഹിദ് ബഗേരിയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അമേരിക്കൻ കൂറ്റൻ കപ്പൽ കൂട്ടത്തിനെതിരായ ഇറാന്റെ ബ്രഹ്മാസ്ത്രമാണ് ഈ ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പൽ എന്നാണ് വിശേഷണമുള്ളത്. ഷാഹിദ് ബഗേരിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം IRGC പുറത്തുവിട്ടിരുന്നു. അമേരിക്കയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഷാഹിദ് ബഗേരിയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടത്. ഷാഹിദ് ബഗേരിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണ് ഇത്. പെരാരിൻ എന്ന വാണിജ്യ കണ്ടെയ്നർ കപ്പലിന് രൂപമാറ്റം വരുത്തിയാണ് കുറഞ്ഞ ചെലവിൽ ഷാഹിദ് ബഗേരി ഇറാൻ നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 6 ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഇതിൽ 180 മീറ്റർ നീളമുള്ള റൺവേയും ഡ്രോണുകൾക്ക് എളുപ്പത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ സഹായിക്കുന്ന സ്കീ ജമ്പ് റാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അമേരിക്കൻ അർമാഡയ്ക്ക് ഭീഷണിയാകുന്നത് എന്നുകൂടി നോക്കാം. 60ഓളം ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ഈ കപ്പലിന് ശേഷിയുണ്ട്. കൂടാതെ 30ഓളം മിസൈൽ ബോട്ടുകളെയും ഇതിനുള്ളിൽ സൂക്ഷിക്കാം. മിസൈൽ ബോട്ടുകൾ എന്നാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ ബോട്ടുകളാണ്. കപ്പലുകളുടെ അടുത്തേക്ക് നിരീക്ഷണ സംവിധാനങ്ങളെ മറികടന്ന് വളരെ പെട്ടെന്ന് എത്താൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പിന്നെ ഹ്രസ്വദൂര, മധ്യദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഷാഹിദ് ബഗേരിക്ക് ഉള്ളിലുണ്ട്. ഒപ്പം കൗസർ 222 ഡിഫെൻസീവ് മിസൈലുകളും കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഏകദേശം 22,000 നോട്ടിക്കൽ മൈൽ ദൂരം ഇന്ധനം നിറയ്ക്കാതെ സഞ്ചരിക്കാൻ ഷാഹിദ് ബഗേരിക്ക് കഴിയും എന്നുള്ളതാണ്. അതായത് കടലിൽ 1 വർഷം വരെ നിലയുറപ്പിക്കാൻ കപ്പലിന് കഴിയുമെന്ന് അർത്ഥം. ഷാഹിദ് ബഗേരിയിൽ നിന്നുള്ള ഡ്രോൺ കൂട്ടം അമേരിക്കൻ അർമാഡയ്ക്ക് കനത്ത ഭീഷണിയാകുമെന്നാണ് അതുകൊണ്ട് തന്നെ വിലയിരുത്തുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ശക്തി ദുർഗമാണ് ഡ്രോണുകളും മിസൈലുകളും. ഏത് രാജ്യത്തിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന വലിയ ഡ്രോൺ ശേഖരം, വൈവിധ്യമാർന്ന ഡ്രോൺ ശേഖരം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഹിദ് ബഗേരിയിൽ നിന്നുള്ള ഡ്രോണുകൾക്ക് അമേരിക്കൻ അർമാഡയെ തുടർച്ചയായി ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം 100ലധികം ഡ്രോണുകളാണ് ഇങ്ങനെ തൊടുത്തുവിടുന്നത് എങ്കിൽ അതിനെ നേരിടാൻ അമേരിക്കൻ കപ്പൽ കൂട്ടത്തിന് പാടുപെടേണ്ടി വരും എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഇറാൻ മിസൈലുകളെയും അവർ പേടിക്കേണ്ടി വരും. കാരണം ഇറാൻ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാഹിദ് ബഗേരി പോലുള്ള ഡ്രോൺ കാരിയറുകൾ അമേരിക്കൻ അർമാഡയ്ക്ക് കനത്ത ഭീഷണിയാകും എന്ന് തന്നെ നമുക്ക് പറയാം. ഷാഹിദ് ബഗേരി ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് സമീപത്താണ് ഉള്ളത്. ഈ കപ്പലിന്റെ സഞ്ചാരപാതയിലൂടെ അമേരിക്കൻ നേവിയുടെ ആളില്ലാ വിമാനം തുടർച്ചയായി പറന്ന് പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നത്. കടൽ നിരീക്ഷണത്തിനായുള്ള ആളില്ലാ വിമാനമായ MQ-4C ട്രൈറ്റനാണ് ഇങ്ങനെ പറക്കുന്നത്. അബുദാബിയിലെ അമേരിക്കൻ നാവിക കേന്ദ്രത്തിൽ നിന്നാണ് ഈ ട്രൈറ്റൻ പറന്നുയർന്നിട്ടുള്ളത്. തുടർച്ചയായി 24 മണിക്കൂർ വായുവിൽ തുടരാൻ പറ്റുന്ന ആളില്ലാ വിമാനമാണ് ട്രൈറ്റൻ. ഈ ട്രൈറ്റനാണ് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ട്രൈറ്റൻ പറത്തിയുള്ള പ്രകോപനം ഇറാൻ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അമേരിക്കയുടെ പ്രകോപനം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറാന്റെ തന്ത്രപരമായ നീക്കം. ഇങ്ങനെ അമേരിക്ക തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുമ്പോഴാണ് ഇറാൻ ഏത് ആക്രമണവും നേരിടാനും തയ്യാറെന്ന പ്രസ്താവനയുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്ത് വന്നിട്ടുള്ളത്. ട്രംപിന്റെ പുതിയ ഭീഷണിക്കും അബ്ബാസ് അരാക്ചി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇറാനിലെ പ്രക്ഷോഭ വിഷയങ്ങളൊക്കെ വിട്ട് ട്രംപ് ആണവ കരാറിന് ഇറാൻ തയ്യാറാകണമെന്നാണ് പുതിയതായി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറാകണം.
പുതിയ ആണവ കരാറിൽ ഒപ്പിടണം. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. ഇല്ലെങ്കിൽ അടുത്ത ആക്രമണം ഭീകരമായിരിക്കും, അതിന് ഇടവരുത്തരുത് എന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ഇതിനാണ് അരാക്ചി ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയത്. ഭയമില്ലാത്ത അന്തരീക്ഷത്തിൽ തുല്യമായ പരിഗണനയോടെയും പരസ്പര ബഹുമാനത്തോടെയും സംസാരിക്കുകയാണ് എങ്കിൽ പുതിയൊരു ആണവ കരാറിന് ഇറാൻ തയ്യാറാണ് എന്നാണ് അരാക്ചി പറഞ്ഞത്. അല്ലാതെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ല. ജൂണിലെ ആക്രമണം പോലൊരു തെറ്റ് അമേരിക്ക ഇനി ആവർത്തിക്കരുത് എന്നും അരാക്ചി ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ട്രംപിൻ്റെ മാക്സിമം പ്രഷർ, അതായത് പരമാവധി സമ്മർദ്ദം എന്ന നയം പരാജയപ്പെട്ട പരീക്ഷണമാണെന്നും അത് വീണ്ടും നടപ്പാക്കിയാൽ മാക്സിമം പരാജയമായിരിക്കും ഫലമെന്നും അരാക്ചി പരിഹസിച്ചു. പകരം പരമാവധി വിവേകം ഉപയോഗിക്കാനാണ് അരാക്ചി ട്രംപിന് ഉപദേശം നൽകിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിക്കെതിരെ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അനാദരവാണ്. ഒരു കരാർ വേണമെന്നുണ്ടെങ്കിൽ ട്രംപ് ഇത്തരം സംസാരം ഒഴിവാക്കണമെന്നും അരാക്ചി ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അതിന് ഉടനടി ശക്തമായ തിരിച്ചടി നൽകാൻ ഞങ്ങളുടെ ധീരരായ സായുധ സേന വിരലുകൾ ട്രിഗറിൽ വെച്ച് തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് അരാക്ചി എക്സിൽ കുറിച്ചത്. അതായത് കാഞ്ചിയിൽ ഇറാന്റെ സായുധ സേനയുടെ വിരലുകൾ ഉണ്ട് എന്നാണ് അരാക്ചി കുറിച്ചത്. ചുരുക്കത്തിൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നുണ്ട്. അമേരിക്കൻ പ്രകോപനങ്ങൾക്ക് സൈനികമായി മറുപടി നൽകാൻ ഇറാൻ ഒട്ടും മടിക്കില്ല എന്നുള്ള കർശനമായ നിലപാടും അരാക്ചി മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഇറാൻ അമേരിക്കയുടെ പേടിപ്പിക്കലോ സമ്മർദ്ദമോ കൊണ്ടൊന്നും അണുകിട മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഷാഹിദ് ബഗേരിയെ പോലുള്ള നിരവധി കപ്പലുകൾ ഇറാനിൽ തയ്യാറാണെന്നും ഇറാൻ വ്യോമസേന അമേരിക്കൻ കപ്പൽ കൂട്ടത്തെ നിരീക്ഷിച്ചു വരികയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. അതിനിടയ്ക്ക് ഇറാൻ പ്രോക്സി സംഘടനകളും ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂതികളുടെ ഭീഷണി. നേരത്തെ നടത്തിയ ആക്രമണത്തിൽ തീപിടിച്ച കപ്പലിൻ്റെ ദൃശ്യത്തിനൊപ്പമാണ് ഹൂതികൾ ഈ ഭീഷണി സന്ദേശം പുറത്തുവിട്ടത്. ഇസ്രയേൽ ഹമാസ് യുദ്ധസമയത്തും ഇറാൻ ഇസ്രയേൽ യുദ്ധസമയത്തും 100-ലേറെ കപ്പലുകൾ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതേ നിലയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കുന്നത്. ഇറാനെതിരായ ആക്രമണം തങ്ങൾക്കെതിരായ ആക്രമണമായി തന്നെ കണക്കാക്കുമെന്നാണ് ലെബനനിലെ ഹിസ്ബുള്ള ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത്. ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യയായ കത്തൈബ് ഹിസ്ബുള്ളയും സമാനമായ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാഖ് മിലിഷ്യകൾ വ്യക്തമാക്കുന്നു. അതായത് പശ്ചിമേഷ്യ വല്ലാത്ത യുദ്ധഭീതിയിലാണ് എന്ന് തന്നെ ആവർത്തിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. ഇതിനിടയ്ക്ക് അറബ് രാജ്യങ്ങൾ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നുണ്ട്. ഒമാനും ഖത്തറിനും ഒപ്പം സൗദിയും ഇപ്പോൾ നയതന്ത്ര ചർച്ചകളുടെ മുൻപന്തിയിലുണ്ട്. മാത്രമല്ല വ്യോമപാതയോ ഭൂമിയോ ഇറാനെ ആക്രമിക്കാൻ നൽകില്ല എന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട്. എങ്കിലും കപ്പൽ കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം നടത്തിയാൽ ഇറാനും ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഇത് മേഖലയെ ആകെ ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ വ്യാപാരത്തെയും ചെങ്കടലിലെ കപ്പൽ നീക്കത്തെയും അത് ബാധിക്കും. ആഗോള എണ്ണവിലയെയും ലോക സാമ്പത്തിക വ്യവസ്ഥയും തന്നെ ഇത് ബാധിക്കും. ഇതെല്ലാം അറബ് രാജ്യങ്ങളുടെ ചിന്താ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുകയാണ് അറബ് രാജ്യങ്ങൾ. ഒമാനും ഖത്തറും തുടർച്ചയായി അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായും ഇറാൻ ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ കപ്പൽ കൂട്ടങ്ങളെ കണ്ടൊന്നും ഇറാൻ വഴങ്ങുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയുക. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നതാണ് ലോകത്തിൻ്റെ ആകെ ആകാംക്ഷ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.